Welcome back to Think in English with me, Adra. So last week we started the parts of speech in a series. Then I couldn't upload the next video. So in that we'll be continuing with the series. So first part we will nouns. So this is nouns. What type of nouns the division use discuss. So welcome back to Think in English again. So എന്താണ് nouns? Well, nouns are the building blocks of language. അപ്പോൾ nouns എന്ന് പറയുന്നത് എന്താണ്? ഒരു ലാംഗ്വേജിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അപ്പോൾ നൗൺസിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? ഒരാളുടെ പേര് അല്ലേ? ഇപ്പം എൻ്റെ പേര് തന്നെ പറയാം. അതല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ പേര്, അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും വിളിക്കുന്ന ഒരു പേര് അല്ലേ? അതാണ് നൗൺ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ ബേസിക് പാർട്ട് ഓഫ് എ സെന്റൻസ്. ഓക്കെ, ഫസ്റ്റ് വൺ കോമൺ നൗൺസ്. കോമൺ നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ആളെ വിളിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ, പർട്ടിക്കുലർ ഒരു പ്ലേസസിനെ അങ്ങനെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ജനറൽ നെയിംസിനെയാണ് നമ്മൾ എന്ത് കോമൺ നൗൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സിറ്റി. ഇപ്പം സിറ്റി എന്ന് പറയുന്നത് പല സിറ്റീസ് ഇല്ലേ, പക്ഷെ നമ്മൾ ആ കൈൻഡ് ഓഫ് പ്ലേസസിനെല്ലാം നമ്മൾ സിറ്റി എന്നാണ് ഒരു ജനറൽ നെയിം വെച്ച് വിളിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ. ഡോക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമൺ നൗൺ ആണ്. ടീച്ചർ, പല സബ്ജക്ട്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇല്ലേ, പല ലെവൽസ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇല്ലേ, പല ക്ലാസ്സുകളിൽ പല ലാംഗ്വേജസ് അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളിതിനെല്ലാം കൂടി എന്താണ്? ടീച്ചർ എന്നാണ് വിളിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഏരിയതിനെയോ അങ്ങനെയൊക്കെ നമ്മൾ ജനറലി വിളിക്കുന്നതാണ് എന്ത്? കോമൺ നൗൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞ സിറ്റി, ഡോക്ടർ, ടീച്ചർ എന്നൊക്കെ പറയുന്നത്. പ്രോപ്പർ നൗൺസ്. പ്രോപ്പർ നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് നമ്മളിപ്പോൾ ഒരാളെ വിളിക്കുന്നതോ അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ട് നമ്മളൊന്നിനെ വിളിക്കുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു കൺട്രിയുടെ പേര്, ഒരാളുടെ പേര്, ഇതൊക്കെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മറന്നു പോയത്. പ്രോപ്പർ നൗൺസ് എപ്പോഴും നമ്മൾ എന്താണ്? അപ്പർ കേസ് ലെറ്ററിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ട്വിങ്കിൾ. ട്വിങ്കിൾ എന്ന് പറയുന്ന ഒരു പേര്, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ആയിരിക്കും. ഇപ്പോൾ ജോൺ, ജോണിൻ്റെ ജെ നമ്മൾ ക്യാപിറ്റലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് നെയിമും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ഇപ്പം നമ്മൾ ഇന്ത്യ, ഇന്ത്യ എന്ന് എഴുതുമ്പോൾ ഐ ക്യാപിറ്റലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് പ്രോപ്പർ നൗൺസ് ഓൾവേസ് നമ്മൾ എന്തിലായിരിക്കും? അപ്പർ കേസ് ലെറ്റേഴ്സിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഈ പ്രോപ്പർ നൗൺസ് എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ ഒന്നിനെ വിളിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരാളുടെ നെയിമിനെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേരിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. തേർഡ് വൺ കോൺക്രീറ്റ് നൗൺസ്. നമ്മുടെ സെൻസറി ഓർഗൻസിലൂടെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന, ഫീൽ ചെയ്യാൻ പറ്റുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നതിനെയാണ് ഈ കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മ്യൂസിക്. മ്യൂസിക് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുകയാണ് അല്ലേ? ദാറ്റ് വി എക്സ്പീരിയൻസ് ത്രൂ അവർ സെൻസറി ഓർഗൻസ്. അപ്പോൾ നമ്മളത് കേൾക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ റെയിൻ. റെയിൻ എന്ന് പറയുന്നത് നമ്മൾ കാണുകയും അത് ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കാണുകയും നമ്മുടെ സെൻസറി ഓർഗൻസിന് ഹെൽപ്പോടുകൂടി നമ്മൾ കാണുകയും കേൾക്കുകയും ഫീൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ അബ്സ്ട്രാക്ട് നൗൺസ്. ഈ അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞ കോൺക്രീറ്റ് നൗൺസ് പോലെയല്ല. കോൺക്രീറ്റ് നൗൺസ് നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മുടെ സെൻസറി ഓർഗൻസ് വഴി നമ്മൾ ഫീൽ ചെയ്യുന്നതാണെന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മളിപ്പം പല വാല്യൂസ് അല്ലെങ്കിൽ ഐഡിയാസ് അല്ലെങ്കിൽ ഇമോഷൻസ് ഇതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത്. ഇറ്റ് കനോട്ട് ബി ഫെൽറ്റ് ത്രൂ അവർ ബോഡിയിലെ സെൻസേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സെൻസറി ഓർഗൻസ് വെച്ചിട്ട് നമ്മൾ സെൻസ് ചെയ്യുന്നതായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ ഹാപ്പിനെസ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് മുഖത്ത് തൊട്ട് നോക്കിയിട്ടോ അതല്ലെങ്കിൽ മണം കൊണ്ടോ കേൾക്കുന്നുണ്ടോ അങ്ങനെയൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അതാണ് എന്ത്? ഹാപ്പിനെസ്. ഫ്രീഡം, അതല്ലെങ്കിൽ കറേജ്. ഒരാൾ കറേജ് ഒക്കെ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? ഞാൻ തൊട്ട് നോക്കി അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പം അതൊക്കെയാണ്, അങ്ങനത്തെ നൗൺസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത്. ദെൻ കളക്റ്റീവ് നൗൺസ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ബേർഡ്സിനെ ഒക്കെ നമ്മൾ ഒരു ഗ്രൂപ്പിനെ കളക്റ്റീവ്ലി പറയുന്നതിനെയാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ്, ഒരു ടീം, ടീം മെമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു ടീം എന്ന് പറയുന്നത് വി നോ
ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ ഗ്രൂപ്പ് എന്താണ്, കുറച്ച് ആൾക്കാർ ഒന്നിച്ചുള്ളത്, അതിനാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കളക്റ്റീവായിട്ട് നമ്മൾ പറയുന്നതിനെയാണ് എന്ത്, കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. കൗണ്ടബിൾ എന്ന് പറഞ്ഞു എണ്ണാൻ പറ്റുന്നത് അല്ലേ. ഇപ്പോൾ ക്യാറ്റ്സ്, ഡോഗ്സ്, ഷിപ്സ് അതല്ലെങ്കിൽ ബസ്സസ്, അങ്ങനെ എന്തും എണ്ണാൻ പറ്റുന്ന എന്തിനേയും നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എണ്ണാൻ പറ്റാത്തത് അല്ലേ. സിംപ്ലി എത്രയേ ഉള്ളൂ, എണ്ണാൻ പറ്റാത്തത്. ഇപ്പം എണ്ണാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷൻസ് ആവാം. ഈ അബ്സ്ട്രാക്ട് നൗൺസ് നമുക്ക് എണ്ണാൻ പറ്റുമോ, 1 കിലോ ധൈര്യം അല്ലെങ്കിൽ 1 കിലോ ഹാപ്പിനെസ്, അങ്ങനെ നമുക്ക് എണ്ണാൻ പറ്റുന്നതാണോ, അല്ല. അപ്പം എണ്ണാൻ പറ്റാത്തത് ഒക്കെ എന്താണ്, അൺകൗണ്ടബിൾ നൗൺസ് ആണ്. അതിൽ ഉൾപ്പെടുന്നതിനെയാണ് എന്ത്, ഈ അബ്സ്ട്രാക്ട് നൗൺസും എന്തിനാണ്, ഫീലിങ്സ് തന്നെയാണ്. അതിൽ ഈ പറയുന്ന പോലെ എണ്ണാൻ പറ്റാത്തതാണ്, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്തതാണ്. അതുപോലെ അൺകൗണ്ടബിൾ നൗൺസിൽ വരുന്നതാണ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ, 2 ഇൻഫർമേഷൻ, അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി കാറ്റഗറീസ്. ഇതൊക്കെയാണ് എന്ത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൗൺസ് എന്ന് പറയുന്നത്. നൗൺസ് ഇനി എങ്ങനെയാണ് ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിൽ 3 രീതിയിലാണ് നമ്മളൊരു സെന്റൻസിൽ നൗണിനെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, സബ്ജക്റ്റ്. ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ആക്ഷൻ ചെയ്യുന്നത് അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാനാണ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എന്ന് പറയുന്ന നൗൺ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, സബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഐ ആം ടോക്കിംഗ് ടു യു. ഇവിടെ ടോക്ക് എന്ന് പറയുന്ന ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഞാനാണ്. സോ ദാറ്റ് ഞാൻ ഇവിടെ ആരായിട്ടാണുള്ളത്, സബ്ജക്റ്റ് ആയിട്ടാണുള്ളത്, ബിക്കോസ് ഞാനാണ് ഇവിടെ ആക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് നൗണിനെ സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ആരാണോ ആക്ഷൻ റിസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൂ ഈസ് ദ വൺ അഫക്റ്റഡ് ബൈ ദി ആക്ഷൻ ഓഫ് സമൺ എൽസ്. ഇപ്പം വേറൊരാളുടെ ആക്ഷനിൽ അഫക്റ്റഡ് ആവുന്നതാവാം, അതല്ലെങ്കിൽ ഈ ഒരു ആക്ഷന് റിസൾട്ട് അനുഭവിക്കപ്പെടുന്നത് ആരാണോ അയാളാണ് നമ്മൾ എന്ത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില സമയത്ത് നൗൺ എന്ന് പറയുന്നത് എന്താവാം, ഒരു ഒബ്ജക്റ്റ് ആയിട്ട് വേണമെങ്കിൽ മാറാം. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പൊസസീവ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ പൊസഷൻ പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നൗൺ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം അത് അവൻ്റെ കാറാണ്, ഇതെൻ്റെ ബൈക്കാണ്, അതല്ലെങ്കിൽ ഇതെൻ്റെ ഡ്രസ്സാണ്. അപ്പോൾ ഇവിടെ എൻ്റെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നൗൺസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മൾ സെൻറ്റൻസിൽ എന്ത് ചെയ്യുന്നത്, നൗൺ യൂസ് ചെയ്യുന്നത്. ഒന്ന് ആസ് എ സബ്ജക്റ്റ്, ദെൻ ഒബ്ജക്റ്റ്, ആൻഡ് the third one is possession. Now we can look at some of the examples. So ഇതിൽ നമുക്ക് മനസ്സിലായി നൗൺസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എ സെൻറ്റൻസ്. അപ്പോൾ ഈ ഓരോ ടൈപ്പ് ഓഫ് നൗൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾ സെൻറ്റൻസസ് കൺസ്ട്രക്ട് ചെയ്ത് പഠിക്കാം. നമ്മൾ ഓൾറെഡി എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തു. അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള സെൻറ്റൻസസ് നിങ്ങളും എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക. ആൻഡ് റൈറ്റ് ഡൗൺ ആസ് മെനി നൗൺസ് യു ക്യാൻ കളക്ട്. ഇപ്പം ബുക്ക് വായിക്കുമ്പോഴോ പത്രം വായിക്കുമ്പോഴോ അങ്ങനെ എവിടെ നിന്നാണോ നിങ്ങൾക്ക് വേർഡ്സ് കിട്ടുന്നത് ആ നൗൺസ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. ആൻഡ് ഇഫ് യു ക്യാൻ മേക്ക് സം സെൻറ്റൻസ് യൂസിങ് ദോസ് നൗൺസ് as well. So we'll be continuing with the next one in the next class. Thank you so much and thank you for watching. Bye from Ardra Think in English.